മാസ്റ്റേഴ്സ് മീറ്റുകളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ഇതിനു മുമ്പ് വരെ നിരവധി അസോസിയേഷനുകളും സംഘടനകളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മുതിർന്ന കായിക താരങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് കുറെ കായിക പ്രേമികൾ. മാസ്റ്റേഴ്സ് മീറ്റുകളിലും മീറ്റിന് പുറത്തും സഹായമാവുകയാണ് ഇവർ. സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ചേരും. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റ് നെടുങ്കണ്ടത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഈ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഇല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താം. സാറ്, സംഘടനയുടെ പേരെന്താണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഞാൻ യേശുദാസ്, തൃശ്ശൂർ കേരള ടീം മെമ്പറാണ്. ഈ സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് രൂപവൽക്കരിച്ച, നമ്മുടെ മാസ്റ്റേഴ്സിന് വേണ്ടി രൂപവൽക്കരിച്ച ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ എല്ലാ താരങ്ങളെയും ഒന്നു ചേർത്തിട്ട് അതിൻ്റെ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി രൂപീകരിച്ച ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രസിഡന്റ് ഞാൻ, സെക്രട്ടറിയാണ് യേശുദാസ്. അതേപോലെ നമ്മൾ ഈ സംഘടന രൂപീകരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോളം സംഘടന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംഘടന ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ നിലവിൽ 8-ലധികം സംഘടനകളാണ് മത്സരം നടത്തുന്നത്. ഈ ഓരോ സംഘടനകളും മത്സരങ്ങൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞു വരുന്നു. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാവുന്നത് പറഞ്ഞാൽ അത്ലറ്റുകൾക്കാണ് അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് അത്ലറ്റുകൾക്കാണ്. അപ്പൊ അവരുടെ ആ പ്രശ്നങ്ങളിൽ ഒന്ന് ഇടപെടാനും, അവരുടെ ഇപ്പൊ ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് അവര് പുറത്തു പോകുന്നു, അവര് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അപ്പൊ ആ സമയങ്ങളിലൊക്കെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇടപെടാൻ, ഈ മത്സരങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അപകടങ്ങൾ, ചെറിയ ഇഞ്ചുറീസ്, ആ ഇഞ്ചുറീസിൽ ചെറിയ ഹെൽപ്പ് ചെയ്യാൻ, അതിനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കൂടിച്ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് മാസ്റ്റേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഫോർ മാസ്റ്റേഴ്സ് അത്ലറ്റ്സ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. വോമ എന്നാണ് കൃത്യമായിട്ട് അറിയപ്പെടുന്നത്. സാർ, ഇത് ജില്ലയിലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉണ്ടെന്നു അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിലെ 14 ജില്ലകളിലും നമ്മുടെ മെമ്പർമാർ എക്സിക്യൂട്ടീവ് മെമ്പർമാർ അതിൻ്റെ അകത്ത് എല്ലാ ജില്ലകളിലും സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് ആൾക്കാരെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളതും. അവർ സ്വമേധയാ വന്നതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചങ്കറപ്പോട് കൂടിയിട്ട് വന്നതാണ്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് സംഘടനകൾ ഉണ്ടായപ്പോൾ അതിന് ചൂഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ കായിക താരങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് അത്ലറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെൽഫെയർ ഓർഗനൈസേഷൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ചൂഷണങ്ങളിൽ നിന്ന് അവരെ എന്താ പറയുക, സംഘടനകളെ പിന്നോട്ട് എടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് നമ്മൾ മുഖ്യമായിട്ട് ആദ്യം കണ്ടത്. പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന വെൽഫെയറിനെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായിട്ട് വരികയാണ്. അതിന് വേണ്ടുന്ന അത്ലറ്റുകൾക്ക് ഒരു മെമ്പർഷിപ്പിന്റെ ചെറിയൊരു സുഖം മാത്രമല്ലാതെ കണ്ട് വേറെ ഒരു തരത്തിലുള്ള ഒരു പിരിവും നമ്മൾ നടത്താതെ കണ്ടാണ് ഈ പ്രോഗ്രാം നടത്താൻ സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് വിനീത് അങ്ങനെ തന്നെയാണ് ഈ സംഘടന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിന്റെ അവർക്ക് ഉണ്ടാകുന്ന ചൂഷണങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുവാനും, അതുപോലെ തന്നെ മത്സരങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മത്സരങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന അവരുടെ വെൽഫെയർ പ്രവർത്തനങ്ങളിലൊക്കെയാണ് ഈ സംഘടന അല്ലെങ്കിൽ സംഘടനാ നേതൃത്വം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നെടുങ്കണ്ടത്ത് നടക്കുന്ന ഈ സംസ്ഥാന മീറ്റിലും അവരുടെ പ്രവർത്തനവും ഇടപെടലും സജീവമാണ്.